ആകാശവാണി വാർത്താ വീക്ഷണം. ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായം. തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം SK, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം, തിരുവനന്തപുരം. അവതരണം ക്രിസ്റ്റി എബ്രഹാം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ വിയോഗത്തോടെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് അടഞ്ഞുപോയത്. രാജ്യത്തെ വനിതാ ശാക്തീകരണത്തിന് എക്കാലത്തും മുന്നിൽ നിന്ന കേരളത്തിന്റെ സംഭാവന കൂടിയായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തു നിന്ന് പരമോന്നത പീഠത്തിലെ ന്യായാധിപയായും പിന്നീട് തമിഴ്നാട്ടിലെ രാജ്ഭവനിലെ അധിപയായും വളർന്നപ്പോഴും സ്വന്തം ജീവിതം കൊണ്ട് നീതിയെ നിർവചിച്ച ഈ ചരിത്ര വനിത സുപ്രീം കോടതിയിലെ പ്രഥമ വനിതാ ജസ്റ്റിസ്, മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ ആദ്യ ജുഡീഷ്യൽ അംഗം, തമിഴ്നാട് ഗവർണർ തുടങ്ങിയ പദവികൾ വഹിച്ചു. ഇവർ പദവികളിലിരിക്കെ നടത്തിയ നിർണായക ഇടപെടലുകൾ ചരിത്ര വനിത എന്ന വിശേഷണത്തെ സാർത്ഥകമാക്കുന്നതാണ്. രാജ്യത്തിന്റെയും കേരളത്തിന്റെയും നീതിന്യായ ചരിത്രത്തോടൊപ്പം 7 പതിറ്റാണ്ടിലധികം ഒപ്പം സഞ്ചരിച്ച ഫാത്തിമ ബീവി വരേണ്യവർഗത്തിന്റെയും പുരുഷാധിപത്യത്തിന്റെയും കാലങ്ങളായി നിലനിന്ന ചട്ടക്കൂടുകൾ തകർത്താണ് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നുവന്നത്. തൊഴിലിടങ്ങളിലും കുടുംബത്തിലും സ്ത്രീകൾക്ക് സ്വയം നിർണയാവകാശമില്ലാതിരുന്ന കാലത്താണ് ജുഡീഷ്യറി പോലെ സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കുന്ന നിർണായക സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വന്നത് എന്നത് ആ കാലത്ത് അചിന്തനീയമായിരുന്നു. പത്തനംതിട്ട കുലശേഖരപ്പേട്ട അണ്ണാവീട്ടിൽ മീര സാഹിബിന്റെയും ഖദീജ ബീവിയുടെയും 8 മക്കളിലെ ആദ്യത്തെ ആളായി 1927 ഏപ്രിൽ 30 ജനിച്ച ഫാത്തിമ ബീവിയുടെ പ്രാഥമിക പഠനം പത്തനംതിട്ട സർക്കാർ സ്കൂളിലായിരുന്നു. കാതോലിക്കേറ്റ് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് 1ാം ക്ലാസ്സിൽ സ്വർണ്ണ മെഡലോടെ നിയമബിരുദം. 1950 നവംബർ 14 അഭിഭാഷകയായി കൊല്ലം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. 8 വർഷത്തിനു ശേഷം പൊതുപരീക്ഷ ജയിച്ച് 1958 സബോർഡിനേറ്റ് മുൻസിഫായി നിയമിതയായി. 1968 സബോർഡിനേറ്റ് ജഡ്ജായി സ്ഥാനക്കയറ്റം ലഭിച്ചു. പിന്നീട് 1972 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായും 1974 ജില്ലാ സെഷൻസ് ജഡ്ജായും നിയമിതയായി. 1980 ജനുവരിയിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ ജുഡീഷ്യൽ അംഗവുമായി. 1984 ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. 1984 തന്നെ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി നിയമനം ലഭിച്ചു. 1989 ഏപ്രിൽ 29 ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചു. എന്നാൽ 1989 ഒക്ടോബർ 6 സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമനം ലഭിച്ചു. സുപ്രീം കോടതിയിലെ ജഡ്ജിയാകുന്ന ഏഷ്യയിലെ ആദ്യ വനിതയും ഇവരായിരുന്നു. 1997 ജനുവരി 25 തമിഴ്നാട് ഗവർണറായി ചുമതലയേറ്റു. തുടർന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ 2001 ജൂലൈ 1 രാജിവെക്കുകയായിരുന്നു. രസതന്ത്രത്തിൽ ഏറെ താൽപര്യമുണ്ടായിരുന്ന ഫാത്തിമ ബീവി പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിയമ പഠനത്തിന് ചേരുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ അഭിഭാഷകർ നന്നേ കുറവായ ഒരു കാലഘട്ടത്തിൽ കൊല്ലം ബാറിലാണ് തിരുവിതാംകൂറിലെ ഈ ആദ്യ മുസ്ലിം വനിതാ അഭിഭാഷക പ്രാക്ടീസ് ആരംഭിച്ചത്. രാജകുടുംബാംഗങ്ങളോ അവരുമായി അടുത്ത ബന്ധമുള്ളവരോ മാത്രം മുൻസിഫായി നിയമിക്കപ്പെട്ടിരുന്ന രാജഭരണകാലത്തെ കീഴ്വഴക്കങ്ങൾ മറികടന്ന് കേരള സംസ്ഥാന രൂപവൽക്കരണത്തിനു പിന്നാലെ 1958 ആദ്യമായി നടന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻസിഫ് നിയമനത്തിനുള്ള എഴുത്തു പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയാണ് ഫാത്തിമ ബീവി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി നയിക്കുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്കുള്ള ജുഡീഷ്യൽ അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് PN ഭഗവതി അധ്യക്ഷനായ ബോർഡിന് മുന്നിൽ ആദ്യമായി ഹാജരായ വനിതാ അംഗമാണ് ഫാത്തിമ ബീവി. അന്ന ചാണ്ടിയുടെയും ജാനകിയമ്മയുടെയും പിൻഗാമിയായി കേരള ഹൈക്കോടതി ജഡ്ജിയായ ഇവർ തുടർന്ന് രാജ്യത്തെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായതോടെ അതുവരെയുള്ള പല മുൻധാരണകളെയും കാഴ്ചപ്പാടുകളെയും തിരുത്തിയെഴുതുകയായിരുന്നു. തികച്ചും നീതിപൂർവകമായ വിധി പ്രസ്താവങ്ങളും അഭിഭാഷകർക്ക് പ്രൊഫഷണൽ ഇടപെടലുകൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവുമായിരുന്നു അവരെ ശ്രദ്ധേയയാക്കിയത്. ഫാത്തിമ ബീവി കൈകാര്യം ചെയ്ത വിധിന്യായത്തിൽ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു പട്ടികജാതി ദുർബല വിഭാഗം വെൽഫെയർ അസോസിയേഷൻ കർണാടക സർക്കാരിനെതിരെ നൽകിയ ഹർജി.
കർണാടക പട്ടികജാതി പട്ടികവർഗ നിയമത്തിലെ ചില വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുള്ള ഹർജിയായിരുന്നു അത്. സ്റ്റേറ്റിന്റെയോ അധികാരികളുടെയോ ഏകപക്ഷീയമായ അധികാര പ്രയോഗത്തിൽ നിന്ന് ഓരോ പൌരനെയും സംരക്ഷിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാന നിയമമാണ് ഇതിൽ ഫാത്തിമ ബീവി ഊന്നി പറഞ്ഞത്. രത്തൻ ചന്ദ് ഹിരാചന്ദും അസ്കർ നവാസ് ജംഗും തമ്മിലുള്ള കേസും ഫാത്തിമ ബീവി കൈകാര്യം ചെയ്തു. 1872 ഇന്ത്യൻ കരാർ നിയമത്തിലെ സെക്ഷൻ 23 പ്രകാരമുള്ള ഒരു കരാറിന്റെ സാധുതയായിരുന്നു അന്ന് കോടതി ചർച്ച ചെയ്തത്. ഇവിടെ നിയമവിരുദ്ധമായ വസ്തുക്കളുമായോ പരിഗണനകളുമായോ ഉള്ള ഏതൊരു കരാറും നിയമപരമായി ബാധകമല്ലെന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവി നിരീക്ഷിക്കുകയായിരുന്നു. ഒരുവിധ അഴിമതി ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് നേരെ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി ജഡ്ജി എന്ന മഹനീയ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും പിന്നീട് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ജുഡീഷ്യൽ അംഗവുമായി. ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തമിഴ്നാട് ഗവർണർ എന്ന വിശിഷ്ട പദവിയിലും നിയമിതയായി. മുതിർന്ന ജഡ്ജിമാരെ മറികടന്നാണ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫാത്തിമ ബീവിയെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ തീരുമാനമെടുത്തത്. 1997-2001 കാലയളവിലായിരുന്നു തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. സംഭവബഹുലമായിരുന്നു ഈ കാലഘട്ടം. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ദയാഹർജികൾ ചർച്ചയായിരുന്ന കാലമാണത്. ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ പ്രതികളുടെ ദയാഹർജികൾ ഫാത്തിമ ബീവി തുടരെ തള്ളി. രാജീവ് ഗാന്ധി കേസിൽ സ്വീകരിച്ച ഈ നിലപാടുകളാണ് 2001 അവർക്ക് സ്ഥാനം ഒഴിയാൻ വഴിയൊരുക്കിയതും. ഒപ്പം 2001 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMK വിജയിച്ചപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളുള്ള ജയലളിതയെ MLA അല്ലാതിരുന്നിട്ടും സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചത് ഏറെ വിവാദമായിരുന്നു. ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന വാദം അംഗീകരിച്ചാണ് ഭരണഘടനയുടെ 164 വകുപ്പ് പ്രകാരം ജയലളിതയെ മുഖ്യമന്ത്രിയാകാൻ ക്ഷണിച്ചത്. തുടർന്ന് കരുണാനിധി, കേന്ദ്രമന്ത്രി മുരശലി മാരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ തിരിച്ചു വിളിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതിന് പിന്നാലെ പദവി രാജിവെക്കുകയായിരുന്നു. പരമോന്നത പീഠത്തിലെ ന്യായാധിപ എന്ന നിലയിൽ നിയമത്തിന്റെ സാങ്കേതിക അർത്ഥത്തിനപ്പുറം നീതിപൂർവമായ ഇടപെടൽ നടത്താൻ ഇവർക്ക് കഴിഞ്ഞുവെന്നാണ് 9.5 പതിറ്റാണ്ട് നീണ്ട ആ സാർത്ഥകമായ ജീവിതം തെളിയിക്കുന്നത്. വിരമിച്ച ശേഷം കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം, തമിഴ്നാട് ഗവർണർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചപ്പോഴും ഫെഡറൽ സമ്പ്രദായത്തിന്റെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ച് ഭരണഘടനയുടെ അപൂർവമായ വ്യാഖ്യാനത്തിലൂടെ ഇടപെടൽ നടത്താനാണ് ഇവർ ശ്രമിച്ചത്. സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും താൽപര്യങ്ങൾക്കനുസരിച്ച് റബ്ബർ സ്റ്റാമ്പ് ആകാതെ ഭരണഘടനയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതം കല്ലുകടികളോടെ അവസാനിപ്പിക്കേണ്ടി വന്നത്. വഹിച്ച പദവികളിലെല്ലാം മികച്ച രീതിയിലും സംശുദ്ധവുമായ പ്രകടനത്തിലൂടെയും ഫാത്തിമ ബീവി മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കി. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. തന്റെ ജീവിതം കൊണ്ടുപോലും നിരവധി സ്ത്രീകൾക്ക് അവർ മാതൃകയും പ്രചോദനവുമായി. ഏതൊരു വിഷയത്തെയും നീതിയുടെ വീക്ഷണത്തിലൂടെ കാർക്കശ്യത്തോടെ കാണാനും ഇടപെടാനും പ്രത്യേക ശേഷി പ്രകടിപ്പിച്ച ഇവർ ഏതൊരു സ്ഥാനത്തായാലും ഒരേ സമയം വ്യക്തിപരമായും പ്രൊഫഷണലായും സ്വന്തം അന്തസ്സും ആഭിജാത്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം ഭരണഘടനയോടും രാജ്യത്തെ ജനങ്ങളോടുമാണ്. ഒരു സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തോട് മാത്രവും. മനുഷ്യനെ പേടിക്കാതെ എന്നാൽ ദൈവത്തെ പേടിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. ഇതായിരുന്നു അവർ ഉയർത്തിപ്പിടിച്ച ആദർശം. ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് ഈ പ്രതിഭ ചരിത്രത്തിൽ തന്റെ ഇടം ഉറപ്പിച്ചത്. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി നിരവധി പുരസ്കാരങ്ങൾ ഫാത്തിമ ബീവിയെ തേടിയെത്തിയിരുന്നു. 1990 ഡീലിറ്റും മഹിളാ ശിരോമണി പുരസ്കാരവും ഇതിൽ ചിലതാണ്. ഭാരത് ജ്യോതി അവാർഡും US ഇന്ത്യ ബിസിനസ് കൌൺസിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും ലഭിച്ചു. സാമൂഹിക രംഗത്തെയും സിവിൽ സർവീസിലെയും സംഭാവനകൾ പരിഗണിച്ച് ഈ വർഷം സംസ്ഥാന സർക്കാർ ഫാത്തിമ ബീവിയെ കേരളപ്രഭ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഫാത്തിമ ബീവിക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് ഈ വർഷം വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് നീതിപാതയിലെ ധീര വനിത എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിലും പെൺകരുത്തിലും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ പ്രചോദനം നൽകി ഒരു ശതകത്തോളം നീണ്ട മഹത് ജീവിതം ചരിത്രത്തിൽ തിളങ്ങി തന്നെ നിൽക്കും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.